എല്ലാ ആത്മാക്കളുടെയും ലക്ഷ്യം സുഖം പ്രാപ്തമാക്കുക എന്നത് തന്നെയാണ്. പരമാനന്ദത്തെ പ്രാപ്തമാക്കും. എന്നാൽ നമ്മൾ സുഖത്തിനെയല്ല, സുഖം പ്രദാനം ചെയ്യുന്ന വസ്തുക്കളെയെല്ലാം സമാഹരിക്കുന്നതിനെയാണ് ജീവിത ലക്ഷ്യമായി കരുതുന്നത്. ഈ സമസ്ത പ്രപഞ്ചവും മായയാണ്, സമസ്തവും നശ്വരവുമാണ്. സുഖത്തിന്റെ സ്രോതസ്സാണെന്ന് കരുതി നാം സമാഹരിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ സദാ നിലനിൽക്കുന്നവയല്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനു ശേഷവും ലോഭം പരിത്യജിക്കുവാൻ കഴിയാത്ത വ്യക്തി സദാ ഇവ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ കഴിയാത്ത വ്യക്തിയാണെങ്കിൽ അഹങ്കാരത്തിൽ മുഴുകി ജീവിക്കുന്നു. അഹങ്കാരവും ഭയവും നമ്മെ വളഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ സുഖം പ്രാപ്തമാകുന്നത് എങ്ങനെയാണ്? സ്വന്തമായി യാതൊന്നും പ്രാപ്തമാക്കുവാൻ സാധിക്കാത്തവർക്ക് അതിന്റെ ദുഃഖം, സമസ്തവും പ്രാപ്തമാക്കിയവർക്കോ ഇനിയൊന്നും പ്രാപ്തമാക്കുവാൻ ശേഷിക്കുന്നില്ല എന്ന ദുഃഖം. സുഖം എന്താണെന്ന് നാം സ്വയം നമ്മുടെ കാഴ്ചപ്പാടിലൂടെ തന്നെ നിർവചിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അതിനാൽ ഒന്നിനോടും ആസക്തിയില്ലാതിരിക്കുന്നതാണ് ഉത്തമം. സർവദുഃഖത്തിന്റെയും മൂലകാരണവും ഇത് തന്നെയാണ് ഭൃഗുമഹർഷി. ആസക്തിയാണ് നമ്മുടെ മനസ്സിലെ ശാന്തി നശിപ്പിക്കുന്നത്, അതിനെ ഭംഗപ്പെടുത്തുന്നത്. ആസക്തിയാൽ നമ്മുടെ ബുദ്ധിക്ക് സ്ഥിരത നഷ്ടപ്പെടുന്നു, അതിനെ ചഞ്ചല ബുദ്ധിയാക്കുന്നു. ആസക്തിയിൽ നിന്നും അശ്രദ്ധയുടെ ഉൽപ്പത്തി ഉണ്ടാവുന്നു. അശ്രദ്ധ ഗർവമായി പരിണമിക്കുന്നു. ഗർവമാണ് അഹങ്കാരത്തിന്റെ സ്രോതസ്. അഹങ്കാരം എന്തിനേയും പൂർണ്ണമായി അശുഭകരമായി പരിവർത്തനം ചെയ്യുന്നു. അതിനർത്ഥം ആസക്തി അശുഭാവസ്ഥയുടെ ജനനിയാണ്. അതിനാൽ അത് അനാവശ്യകരവുമാണ്. ആസക്തിയിൽ നിന്നും മോചനം നേടുക എന്നത് തന്നെയാണ് അനാസക്തി. ആസക്തിഹീനരാകുവാനായി നാം എന്നും മറ്റുള്ളവരെന്നുമുള്ള വ്യത്യാസം അകറ്റേണ്ടത് അനിവാര്യമാണ്. ഇത് സംഭവ്യമാകുന്നത് എപ്പോഴെന്നാൽ ബാഹ്യമായി സുഖം അന്വേഷിക്കുന്നതിന് പകരമായി നമ്മുടെ അന്തരത്തിൽ അതിനെ തേടുമ്പോഴാണ്. യാഥാർത്ഥ്യമെന്തെന്ന് നാം തിരിച്ചറിയുമ്പോൾ അതിനെ അംഗീകരിക്കേണ്ടതാണ്. നാം ഒരിക്കലും സുഖത്തെ ലൗകിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർവചിക്കരുത്. അപ്രകാരം നാം തുടർന്നുകൊണ്ടിരുന്നാൽ നാം ബന്ധിക്കപ്പെടുന്നതാണ്. സ്വയം നാം നമ്മുടെ മനസ്സിലേക്ക് സൂക്ഷ്മ നിരീക്ഷണം നടത്തുവാൻ ആരംഭിച്ചാൽ നമ്മുടെ മുക്തിയിലേക്കുള്ള മാർഗം സ്വാഭാവികമായും പ്രത്യക്ഷമായി ഭവിക്കുന്നതാണ്.